ഒരു പരസ്പര സഹായമൊക്കെ വേണ്ട ഇനിയാ. നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഇങ്ങോട്ട് വന്നതിനും ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിനും തിരിച്ചു പോകുന്നതിനും ചേർത്ത് നല്ലൊരു എമൗണ്ട് ഞാൻ അനിയന് തരാം. പോരെ? ഈ റോഡേ മറ്റുള്ളവർക്കും കൂടെ സഞ്ചരിക്കാനുള്ളതാ, മനസ്സിലായോ? അതിന് കാറിൽ കല്ലെടുത്തെറിയാണോ വേണ്ടത്? കല്ലെടുത്ത് എറിയല്ലേ വേണ്ടത്, എറിഞ്ഞ് ചില്ല് പൊട്ടിക്കാൻ വേണ്ടത്. മര്യാദയോട് കാണിച്ചിട്ട് പിന്നെ സംസാരിക്കുന്നോ? നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നോടി? തൊട്ടു പോരുത്. അടിച്ചാലേ തിരിച്ചു അടി വാങ്ങേണ്ടി വരും. അല്ലാതെ ഞങ്ങളുടെ കയ്യെ മാങ്ങ പറിക്കാനൊന്നും പോവില്ല. ഇവരുടെയൊക്കെ കാരണം അടിച്ച് പൊളിക്കാ വേണ്ടത്. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് പിന്നെ ഞങ്ങൾ തല്ലാൻ വരാണോ? ഞാൻ ഇവർക്കൊരെണ്ണം കൊടുക്കട്ടെ. തൽക്കാലം വേണ്ട മോളിക്കുട്ടി. എനിക്കൊക്കെ ചുറിഞ്ഞു കേറുന്നുണ്ട്. ഒരു തവണത്തേക്ക് ക്ഷമിച്ചു കള മോളിക്കുട്ടി. ചേച്ചി ഇനി ഷോ കാണിച്ചാ നമുക്ക് പൊട്ടിച്ചളയെന്നേ. അത്രയ്ക്കും ധൈര്യം ഉണ്ടോടി നിനക്കൊക്കെ? ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല. നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾക്ക് എന്ത് കാര്യത്തിനാ? ഒന്ന് പോ പെണ്ണുപിള്ള. തൽക്കാലത്തേക്ക് മോളിക്കുട്ടിയോട് ഒരു ക്ഷമ പറഞ്ഞിട്ട് പൊയ്ക്കോ. ഞങ്ങളെക്കാളും പ്രായമുള്ളതുകൊണ്ട് ഞങ്ങൾ തല്ലുന്നില്ല. ആളറിഞ്ഞു വേണം സംസാരിക്കാൻ. താൻ ആരാടോ? ഒന്ന് പോടൂ. ഇവരുടെ സെക്യൂരിറ്റി ആണോ താൻ? മുടിയും വളർത്തി കോലം കെട്ടി നടക്കുന്നത് കണ്ടില്ലേ? വേറെന്തേലും പണിയെടുത്ത് ജീവിക്കടോ. അല്ലാതെ ഇവരെ പോലുള്ളവരുടെ കൂടെ വാലാട്ടി നടക്കരുത്, കേട്ടല്ലോ? ദേ, ഈ കൈയിന്റെ ചൂടറിയണ്ടെങ്കിലേ മര്യാദക്ക് മിണ്ടാതെ നിന്നോണം. നിന്റെയൊക്കെ ഈ അഹങ്കാരത്തിന് നീയൊക്കെ മറുപടി പറയേണ്ടി വരും. നിന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. പഠിപ്പിക്കാനുള്ള പുസ്തകമായിട്ടേ ടീച്ചറിങ് വാ. പഠിക്കാനേ ഞങ്ങളങ്ങ് ഇരുന്ന് തരാം. നമുക്ക് കാണാം. ഈ അവന്തിക എന്ന് തീരുമാനിച്ചാ അത് നടത്തിയിരിക്കും. ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീയൊക്കെ കരഞ്ഞ് കാല് പിടിക്കും. നോക്കിക്കോ മൂർത്തി. ഒരെണ്ണം കൊടുത്തു വിടേണ്ടതായിരുന്നു. പോട്ടെ മോളിക്കുട്ടി. നമ്മുടെ കയ്യിൽ നിന്ന് അടികിട്ടാൻ യോഗം ഉണ്ടെങ്കിലേ അവരിനിയും വന്നോളും. അയ്യോ, സമയായി. വാ, നമുക്ക് പോവാം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മനസ്സോടെ ഈ പൂജയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മാത്രമേ അതിന് സാക്ഷിയായിട്ടുള്ളൂ. നമ്മുടെ ബന്ധത്തിന് സ്നേഹവും വിശ്വാസവും ഒക്കെ കൂടും. അതാണ് ഈ പൂജയുടെ ഏറ്റവും വലിയ ശക്തി. മോളെയും കൂടി കൊണ്ടുവരായിരുന്നു അല്ലേ? ഇപ്പൊ വെക്കേഷൻ അല്ലേ? പോകുന്ന വഴിക്ക് നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നെങ്കിലേ അവിടേക്കൊന്ന് കറങ്ങുകയും ചെയ്യായിരുന്നു. എന്താടോ ഇത്? എന്തിനെങ്ങനെ ഞെട്ടുന്നേ? ഞാനല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താൻ സത്യം പറയണം. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്ന മുതൽ ഞാൻ ആലോചിക്കുക, താനെന്താ എപ്പോഴെങ്കിലും ഡള്ളായിട്ട്? ഇവിടെ ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ വന്നിട്ടും തനിക്കൊരു മാറ്റമില്ലല്ലോ. എന്താണോ തനിക്ക് പറ്റിയത്? ഒന്നുമില്ല ഗൂഗിൾ. അത്രയും കഷ്ടപ്പെട്ട് ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും ഒന്നും നല്ല വഴിക്കായില്ലല്ലോ. എന്ന് ആര് പറഞ്ഞു? എടോ, ആർക്കെന്താ നല്ലതെന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്നത് ദൈവങ്ങൾക്കല്ലേ? തന്റെ മനസ്സിനെ എന്തെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയാം. എന്തിനും ഏതിനും ഞാനുണ്ടാവും കൂട്ടിന്. ഗൂഗിള് പറയുന്ന പോലെ അത്ര പ്രശ്നമൊന്നുമില്ല. കുറെ നേരം യാത്ര ചെയ്തു വന്നതിന്റെ ക്ഷീണമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെന്താ താൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? എപ്പോ നോക്കിയാലും
ഏതോ ആലോചന ഇങ്ങനെ ആണ്ട് നിൽക്കുന്നത് കാണാം. ഞാൻ എത്ര ആലോചിച്ചാലും ഏതുവരെയുള്ള കാര്യങ്ങൾ ആലോചിക്കും ഗൂഗിൾ. വളരെ കുറച്ച് ഓർമ്മകളല്ലേ എനിക്ക് ആലോചിക്കാനുള്ളൂ. ശരി, അമ്പലത്തില് പൂജയൊക്കെ തുടങ്ങി ആളും വേളൊക്കെ ആവുന്നതിന് മുമ്പ് നമുക്ക് സാവധാനത്തിൽ പോയി തൊഴുത്തിട്ട് വരാം. തൻ്റെ മനസ്സും സ്വസ്ഥാവട്ടെ. വേഗം റെഡിയാവും. ആ ചേട്ടാ, എന്നെ പറഞ്ഞുവിട്. ഓട്ടത്തിന് കാശ് കിട്ടെങ്കിൽ എനിക്ക് പോവായിരുന്നു. അതിന് നീ എവിടെ പോന്നു? ഞങ്ങളെ കൊണ്ടുവേണം നീ പോവാൻ. ചേട്ടാ, ചേട്ടാ, അല്ല, അത് എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങക്ക് തിരിച്ചു പോകണ്ടേ? ഈ കാട്ടുമൂലയിൽ എവിടുന്നാ വേറെ വണ്ടി? ഞങ്ങക്ക് ഇവിടെ ചെറിയൊരു കാര്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അല്ല, എത്ര നേരം എടുക്കും? ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പത്തേനും പോവാം. ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ച് വന്നല്ലേ, അനിയൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്. ഞങ്ങൾ വേഗം വരാം. അല്ല ചേട്ടാ, എനിക്ക് അനിയൻ ഒന്നും പറയണ്ട. ഒരു പരസ്പര സഹായമൊക്കെ വേണ്ട ഇനിയാ. നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഇങ്ങോട്ട് വന്നതിനും ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിനും തിരിച്ചു പോകുന്നതിനും ചേർത്ത് നല്ലൊരു എമൗണ്ട് ഞാൻ അനിയന് തരാം. പോരെ? അനിയൻ റെസ്റ്റ് എടുക്ക്, നല്ലോണം റെസ്റ്റ് എടുക്ക്. എന്താ, ഓക്കെ അല്ലേ? ആ, ചേട്ടാ, ഇവിടെ എന്താ പരിപാടി? 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവ. പിന്നെ വിശേഷപ്പെട്ട ചടങ്ങായ ദാമ്പത്യ പൂജ നാളെ തുടങ്ങും. അതിന്റെ ഒരുക്കങ്ങളാ ഇതൊക്കെ. ഈശ്വര, ഞാൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്ന് എനിക്കറിയാം. മനസ്സിൽ മറ്റൊരാളെ വെച്ചിട്ട് ഈശ്വരന്റെ മുമ്പിൽ അഭിനയിക്കേണ്ടി വരുന്നത് വല്ലാത്തൊരവസ്ഥയോ. എനിക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായി സമൃദ്ധി ചതിക്കുന്നതല്ല.